ഹായ്, എന്താ പാട്? സുഖല്ലേ? എന്താ ഇപ്പൊ സാജിദാടെ ഫോട്ടോ? അതും ഫാത്തിയുടെ കൂടെ. ഇവനെല്ലാം ഒന്നായി. ഇവര് രണ്ടാളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചു, പൊറുത്തു എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഭയങ്കര വീഡിയോ ഒക്കെ ഇറങ്ങിന്ന്. ഇപ്പൊ എന്താ വീണ്ടും തുടങ്ങിയോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് വന്നതായിരിക്കും. എന്നാ കേട്ടോ, സത്യ എന്താ സംഭവം എന്നല്ലേ, ഈ റമദാൻ മാസത്തില് റമദാൻ 1 എൻ്റെ അടുത്ത് ഞാനും ഉമ്മയും ഒക്കെ നിൽക്കുന്ന സമയത്ത് സാജിദ വന്നു. അവളും തെറ്റും മര്യാദയും പറഞ്ഞു. അത് കാരണം എൻ്റെ ഉമ്മ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഇനി ഓൾക്കെതിരെ വീഡിയോ ചെയ്യൂല, അതുപോലെ തന്നെ ഓളുമായിട്ടുള്ള ഒരു കണ്ടന്റും ഞാൻ ചെയ്യൂല എന്നൊക്കെ ഞാൻ ഉമ്മാക്ക് വാക്ക് കൊടുത്തു. ആ വാക്ക് ഞാൻ തെറ്റിക്കൂല എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ കൂട്ടത്തില് ഈ ഫാത്തി ആയിട്ട് ഞാൻ നിരന്തരം വീഡിയോ ഞാൻ ഫാത്തിക്കെതിരെ ചെയ്യലുണ്ട്. ഫാത്തി ഒന്നും മിണ്ടാറില്ല. ഫാത്തി പറഞ്ഞാല് ഫാത്തി മിണ്ടിയാല് ആകെ തെറിയേ പറയുള്ളൂ. കാരണം ഫാത്തി വിചാരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് ഫാത്തി ഇതുവരെ എല്ലാവരും ഒതുക്കിയിട്ടുള്ള കാര്യവും അങ്ങനെ തന്നെ കേട്ടോ. എന്ത് ഫാത്തിനോട് നമ്മൾ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്, ഓൻ്റെ അടുത്ത് ഉത്തരം മുട്ടി എന്ന് വിചാരിച്ച അവൻ ആ വ്യക്തിയെ, അതിപ്പോ ഇനി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, ഉമ്മാക്കും വാപ്പാക്കും മക്കൾക്കും കുടുംബത്തിനും ഒക്കെ ആയിട്ട് നല്ല തെറി വിളിക്കുക. അതായത് എതിരാളികളെ എങ്ങനെ തളർത്താം എന്നുള്ളൊരു സൈക്കോ മൈൻഡാണ് അവൻ്റെത്. എങ്ങനെ തെറി പറഞ്ഞത് കൊണ്ട്. എൻ്റെ ഉമ്മയും എൻ്റെ വൈഫും എൻ്റെ മക്കളും വാപ്പി എല്ലാം ഇപ്പൊ വീട്ടിലുണ്ട്. അവരാരും ഈ തെറി പറഞ്ഞത് പോലും അറിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ നിന്റെ അക്കൗണ്ട് ബ്ലോക്കഡ് ആണ്. ഒന്നാമത് ഈ ഫാത്തിയുടേത്. ഇനിയിപ്പോൾ അത് അവരറിഞ്ഞു വിചാരിച്ചോ, അവർക്കൊന്നും സംഭവിക്കാനും പോണില്ല. കാരണം തെറി ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് കുറേ ഓൻ്റെ ഉമ്മാനെ വാപ്പാനെ മക്കളെ ഒക്കെ അങ്ങോട്ട് തെറി പറഞ്ഞു വിചാരിക്കാം. അത് അവർക്ക് ആർക്കെങ്കിലും മേത്ത് നോവുന്ന ഒരു വിഷയമാണോ? അല്ല. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് കാര്യം, അവൻ സംസാരിക്കുന്നത് പിന്നെ ഇന്നെ തെറി പറഞ്ഞ് തോൽപ്പിക്കാനുള്ള മറുപടി. അതായത് ഞാൻ പറഞ്ഞതിന് ഒന്നിനും മറുപടി അല്ല അവന്റെ വെറും തെറിയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനും അവൻ്റെതായ ജീവിത ശൈലിയിൽ നടക്കുന്ന ആളുകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഫാത്തിനെ നമുക്ക് കുറച്ചു നേരം മാറ്റിക്കാം. അത് കാരണം അത് കുറച്ച് ലോങ് ആണ്. അപ്പോൾ ഇപ്പൊ ഞാൻ സാജിദാടെ വിഷയം പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊടുത്തൊരു വാക്കായിരുന്നു, പിന്നെ ഞാൻ അവൾക്കെതിരെ വീഡിയോ ചെയ്യൂല എന്നുള്ളത്. അപ്പൊ അവളും തന്നെ അവളെ തെറ്റും മര്യാദയൊക്കെ അവള് ഏറ്റു പറഞ്ഞ സ്ഥിതിക്ക് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്റെ മോൻ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് പലരും നിന്റെ ഉമ്മയുടെ വീഡിയോ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ആ വീഡിയോ ഒക്കെ കണ്ട് ചിരിക്കുമ്പോൾ അവനക്ക് വല്ലാത്തൊരു വിഷമം. അതുകൊണ്ട് ഷെരീഫ് ആ വീഡിയോ ഒന്ന് ഒഴിവാക്കുക വെച്ചു. അത് കേട്ട ഉടനെ എൻ്റെ അമ്മ പറഞ്ഞു അത് ആദോന് ഒഴിവാക്കുക ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വണ്ടി കയറിയപ്പോ തന്നെ പറഞ്ഞു അത് ഒഴിവായിക്കളാ, ഞാൻ അതിനൊന്നും നിൽക്കണ്ടെന്ന്. ഞാൻ ഈ വീഡിയോ ഒക്കെ പ്രൈവറ്റ് ആക്കി വെച്ചിരുന്നു. ഇതിന്ന് ഒഴിവാക്കി, അതായത് ഡിലീറ്റ് ആക്കിയില്ല, പ്രൈവറ്റ് ആക്കി വെച്ചു, ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു നിന്റെ ഉമ്മയുടെ വാക്കുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഒരു പെണ്ണല്ലേ, ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ, ഈ ചെറിയ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് പോരാടനല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇവര് തമ്മിൽ പേഴ്സണലി ചാറ്റ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിനോട് വേറൊരാള് പറഞ്ഞേക്കണു. ഈ സാജിദാടെ കെയർഫുള്ള ഒരാളും പറഞ്ഞേക്കണു. അതുപോലെ തന്നെ ഈ നാരിക്ക് പിന്നെ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനൊന്നും ആരും ഇല്ല. അതിന്റെ പേരിൽ വേറെ വഴിക്ക് ഞാൻ അറിഞ്ഞുകൂടും. അത് എങ്ങനെയുള്ളതെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതല്ല ഇപ്പോഴത്തെ വിഷയം. എന്നിട്ടും ഞാനത് മെയിൻ ചെയ്തില്ല. ഈ സാജിദാനോട് പോയി ചോദിക്കാനും നിന്നില്ല. പക്ഷെ സാജിദാനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു ഇൻസ്റ്റഗ്രാമില്, ജി ഫാത്തിയായിട്ട് ബന്ധല്ലേന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല, പടച്ചോനെ നേരില്ല ഷെരീഫെ, ജി വേണമെങ്കിൽ വിശ്വസിച്ചോ, ഞാൻ ഒരിക്കലും അനക്കെതിരെ അവനോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവന് അവന്റെ സ്വയം ഇഷ്ടത്തിന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടതാണ്. ഞാൻ അവന്റെ വൈഫായിട്ട് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ലാന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഒരാളായിട്ട് നമ്മൾ എന്തെങ്കിലും അറിഞ്ഞാൽ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പക്ഷെ അതിന്റെ ആൻസർ അവരെങ്ങനെ പറയുന്നു എന്നുള്ളത് അവരുടെ കടമയാണ്. അപ്പോൾ അത് അവരുടെ തീരുമാനമാണ്. അത് ഞാൻ വിട്ടുകൊടുത്തു. ഓക്കെ എന്നാ ശരി എന്ന് പറഞ്ഞു. അപ്പൊ അവര് തമ്മിലൊരു ബന്ധമല്ല കേട്ടോ. അപ്പൊ ഇന്നലെ ഫാത്തി എന്റെ ഉമ്മാനെ ഉപ്പാനെ എന്റെ ചെറിയ മക്കളെ എന്റെ ഭാര്യയൊക്കെ കുറിച്ച് നല്ല തെറി വിളിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടു. അത്തരത്തിലുള്ള തെറിയ. അതിന്റെ അടി കയറിയിട്ട് ഇവള് ലാഭതിക്കണ നേരമായി ഇതാ സാജിദ 100% ഇജ്ജ് പറഞ്ഞത് മുഴുവൻ സത്യ എന്നൊരു കമന്റും കൊടുത്തു. ആ കമന്റ് ഇതാണ്, അതിന്റെ സ്ക്രീൻഷോട്ടാണ് ആ കാണുന്നത്. ഈ സ്ക്രീൻഷോട്ടില് 1000 അല്ല 2000 ആള് എന്റെ ഇൻബോക്സിൽ എനിക്ക് വിട്ടുക്കണം. ഇതൊക്കെ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇവളെ നമ്പണ്ടാന്ന്. ഞാൻ അവളെ നമ്പിയിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ അവളെ വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ അവളെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണോ എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഞാൻ അവളുമായിട്ടുള്ള യുദ്ധം നിർത്തി വെച്ചത്. അപ്പൊ നമ്മളോടൊരു വ്യക്തി പറ്റിയ തെറ്റ് ഏറ്റു പറഞ്ഞ് എനിക്ക് പൊരുത്തപ്പെട്ട് കൊണ്ടാ എൻ്റെ അടുത്ത് സംഭവിച്ചു പോയി, എൻ്റെ ജീവിത സാഹചര്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റിയത് എന്ന് പറഞ്ഞിട്ട്
ഒരാൾ വന്ന് നമ്മളോട് പറയുമ്പോൾ അത് പുറത്തു കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നിർബന്ധമാണ്. അല്ലാത്തവനെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഷെരീഫ് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യും, മനുഷ്യനല്ലേ, തെറ്റ് പറ്റും. അത് പടച്ചോൻ വരെ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ ചുരുക്കം ചില കാര്യങ്ങൾക്ക് ഞാൻ വിട്ടുവീഴ്ച കൊടുക്കാറുണ്ട്. അതിലൊരു 2 കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മക്കളുടെ പേരിലുള്ള കാര്യങ്ങളായി വരുന്ന ഇതില് ഇനിയിപ്പൊ എന്റെ ഭാഗത്തുനിന്ന് അവർക്ക് അങ്ങനെ ഒരു ഇത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യും. 2, മാതാപിതാക്കളുടെ കാര്യത്തില് ഓർക്ക് വിഷമം ഉണ്ടാക്കണേ, അതല്ലെന്നുണ്ടെങ്കിൽ ഓലെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവിടെയും ഞാൻ വിട്ടുവീഴ്ച ചെയ്യും. മനസ്സിലായോ? ആ 2 കാര്യങ്ങളിൽ ഞാൻ എന്റെ ഉമ്മ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അവൾക്ക് വീഡിയോ എതിരെ ചെയ്യൂല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ആ ഉമ്മാക്ക് തന്നെ ഞാൻ അവളുടെ കമന്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. മനസ്സിലായോ? പിന്നെ എന്നോട് ഉമ്മ ഇതേക്കുറിച്ച് പറയരുത്, ഇന്ന് എങ്ങോട്ട് ദ്രോഹിക്കാൻ വന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചും അതിനുള്ള മറുപടി കൊടുക്കണ എന്ന് പറഞ്ഞു. എന്റെ ഉമ്മ ഒന്നും വേണ്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇനി എന്റെ ഉമ്മയുടെ സമ്മതത്തിന് കാത്തു നിൽക്കേണ്ട കാര്യവുമല്ല. കാരണം എന്താന്ന് ചോദിച്ചാല് ഉമ്മ പറഞ്ഞത് ഞാൻ കേട്ടു, വീണ്ടും അവൾ തന്നെ തുടങ്ങി. അവൾ എന്തോ ഇൻബോക്സിൽ പറഞ്ഞോട്ടെ, അത് എന്നെ ബാധിക്കൂല. പക്ഷെ പബ്ലിക്കായിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെച്ചപ്പോ അത് പബ്ലിക്കായിട്ട് തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കണം, അല്ലേ? അപ്പൊ സാജിദ, എന്നോട് പറഞ്ഞത് എന്റെ മക്കൾക്ക് മാനക്കേടാണ്, അത് കാണുമ്പോ, ആ വീഡിയോ കാണുമ്പോ ഒന്ന് ഡിലീറ്റ് ചെയ്യുമോ? ആ ഓക്കെ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഇതോടുകൂടെ നിർത്തിക്കള, ഒതുങ്ങിക്കള എന്നും ഞാൻ പറഞ്ഞിരുന്നു, അല്ലേ? പക്ഷെ ആ വാക്ക് നീ തെറ്റിച്ചു. ഇനി നിനക്ക് ന്യായീകരിക്കാനും പറയാനും അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 100 കാരണങ്ങൾ ഉണ്ടാവും. ഞാൻ അതിനല്ല 100% സത്യം പറഞ്ഞത്, ഞാൻ ഇതിനാണ് എന്നുള്ളത്. പക്ഷെ ആ വീഡിയോസിനകത്ത് മുഴുവൻ അവൻ പറയുന്ന, നീ കമന്റ് അടിച്ച ആ വീഡിയോസിനകത്ത് മുഴുവൻ അവൻ പറയുന്ന തെറി എന്റെ ഉമ്മാനെയും എന്റെ മക്കളെയും എന്റെ വാപ്പാനെയും എന്റെ ഭാര്യനെയും ഒക്കെ അല്ലേ. അതിൽ കയറിയിട്ട് നീ 100% സത്യം എന്ന് അടിച്ചാല് അത് ഇന്ന എത്ര സെക്കൻഡ് മുതൽ ഇത്ര സെക്കൻഡ് വരെയുള്ള കാര്യങ്ങൾക്കാണെന്ന് ഞാൻ സ്വയം ഊഹിച്ച് പൂരിപ്പിച്ചെടുക്കണം എന്നാണ് ഇജ് വിചാരിക്കണ വെച്ചെങ്കിൽ പൊന്നു സാജിദ, അനക്ക് തെറ്റി. ഞാൻ ഏതൊക്കെ വീഡിയോ എന്റേത് ഹൈഡാക്കി വെച്ചിരുന്നോ അതൊക്കെ എന്റെ ചാനലിൽ ഇപ്പം ഉണ്ട്. ഞാനന്ന് ഡിലീറ്റ് അല്ല ചെയ്തിരിക്കണത്, പ്രൈവറ്റ് ആക്കി വെച്ചതാ. എനിക്കറിയാം, എന്തറിയോ, എന്നോട് പലരും പറഞ്ഞിരുന്നു, നീ കുടിച്ചിന വെള്ളത്തിൽ അവളെ വിശ്വസിക്കരുത്, അവൾ ഇനിയും കളിക്കുന്നു. ഇജ് കളിച്ചോ, അതിനൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഞാൻ അറിയാതിരുന്നാ മതി. ഇനി ഞാൻ അറിഞ്ഞു എന്ന് വെച്ചിട്ടും എനിക്ക് പ്രശ്നമല്ല. എങ്ങനെ? പേഴ്സണലി ആണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയാ, അതൊക്കെ നിങ്ങൾ നടത്തിക്കോ, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ പബ്ലിക്കിലാവുമ്പോ അതിലെനിക്ക് ഇടപെടാം. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ആ കരാറില്ലേ, അത് അവിടെ വെച്ച് പൊട്ടി. മനസ്സിലായോ? ഇനി നിനക്ക് എന്ത് വേണമെങ്കിലും പറയാ, ചെയ്യാ, പ്രവർത്തിക്കുക. എന്റെ അടുത്തേക്ക് ഒന്നും പറഞ്ഞു വരരുത്. ഇനിയോട്ട് കേൾക്കാനും പോകുന്നില്ല. ഞാൻ എല്ലാവർക്കും ഒരു വാണിങ്ങേ കൊടുക്കുള്ളൂ. മനസ്സിലായോ? ഒറ്റ പ്രാവശ്യം. അത് ഈ പബ്ലിക്കിൽ വന്ന് നിന്ന് അത്രയും ആളുകളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞതിന്റെ പേരിൽ ഒരു പെണ്ണാണെന്നുള്ള പരിഗണന, ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ, മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പരിഗണന ഞാൻ തന്നത്. പക്ഷെ ആ കരാറ് നീ ലംഘിച്ചു, അതായത് തെറ്റിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഞാനും അതാണ് തെറ്റിക്കാണ്. മനസ്സിലായോ? അപ്പോ ഇപ്പൊ നീ സാധ്യതയാണ് മാറിക്ക്. പിന്നെ ഇവന്റെ വിഷയം, ഇവൻ എങ്ങനെ അറിയോ? ഇവനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ ഒന്നും കള്ളത്തരല്ല. അത് നിങ്ങൾ എന്റെ വീഡിയോസ് ഈ ഫാത്തിയുടെ കാര്യത്തിൽ എടുത്തു നോക്കിക്കോ. ഈ ഫാത്തിക്കെതിരെ എന്റെ ഇൻബോക്സിൽ നിരവധി പെണ്ണുങ്ങൾ വന്നിക്കണം. അതിന്റെ റീസൺ എന്താ വെച്ചാ, ഈ കുട്ടികളുടെ പേരിൽ ഇവനോട് അടുത്ത് സംസാരിച്ചിട്ട് അവസാനം ഇവനെ ട്രാപ്പിലാക്കുകയാണ്. ആരെ? ഇവരെ. ഒന്നാമതവൻ ചെയ്യുന്ന കാര്യം എന്താ അറിയോ? ഫാത്തി ആദ്യം കടം മേടിക്കും ഓരോരുന്ന്. അതായത് സഹതാപ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇല്ലാത്തോല് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ട് അടക്കം കൊടുത്ത് പെട്ടിക്കണം. അപ്പോ എന്റെ അടുത്ത് വന്നത് ഒരു പെണ്ണ് ഒരു 14,000 രൂപ പിന്നെ വാങ്ങിയത് ഇതുവരെ കൊടുത്തിട്ടില്ല. ആ പൈസ ഒഴിവാക്കി, അതായത് അത് ചോദിച്ചതിന്റെ പേരിൽ ബ്ലോക്കാക്കി. ഇവൻ എങ്ങനെ വെച്ചിട്ടാ? ഇവൻ ആദ്യം നല്ല രീതിയിൽ സംസാരിക്കും. ഈ കുട്ടികളെ കൊണ്ട് വീഡിയോ കോളും കുട്ടികളെ കൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്നിട്ട് ഇവന്റെ സങ്കടം പറയും, ഇവന്റെ കഷ്ടപ്പാടുകൾ പറയും. അപ്പൊ അത് കേൾക്കുന്ന ഒരാൾക്ക്, ഒരു വാപ്പ ഇത്രയും 2 മക്കളെങ്ങനെ വളർത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവൻ കാശ് കടം ചോദിക്കുന്നതോടുകൂടെ ഈ കാശാണ് കൊടുക്കും. ഇതിന്റെ ട്വിസ്റ്റ് എന്താ അറിയോ? ഈ കാശ് ഇവന്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഭയങ്കര ഡീസന്റ് ആയിട്ട് അവൻ സംസാരിക്കുക. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞാൽ ഇവന്റെ ടോപ്പിക്കും മാറും. പിന്നെ ഇവന്റെ യഥാർത്ഥ ഉള്ളിലുള്ള ആ കാമഭ്രാന്തില്ലേ, അതെടുക്കാൻ തുടങ്ങും. അതെടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇവരോട് ആവശ്യപ്പെടുക എന്താ അറിയോ? ഫോട്ടോസ്, വീഡിയോസ്. ഇതാണ് ഇവ ആവശ്യപ്പെടുക. അപ്പൊ അവർ ഇവനോട് പറയാണ്, എന്താ ഫാത്തി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നെ സഹായിച്ചൊരു ആളും കൂടി അല്ലേ, അപ്പൊ ഈ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം? ഈ കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കുക. ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ അനക്ക് ചെയ്തു തന്നത്, പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാല് ഇവരൊറ്റ ബ്ലോക്ക് ചെയ്ത് പോക്കാം. പിന്നെ ആ കാശും ഇല്ല, ആ ഐഡിയ ഇല്ല.
ഇനി അഥവാ ഈ വിഷയം വേറൊരാളായി ഷെയർ ചെയ്താൽ ഇവ എന്താ ചെയ്യാറിയോ? ചിലപ്പോൾ ആ വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ വരെ ഒരു ഫോട്ടോസ് സ്റ്റോറി പോലും വെക്കാത്തായിരിക്കും. പക്ഷെ ഇവൻ നല്ല സത്യസന്ധനല്ലേ, ഇങ്ങനെ മക്കളെയൊക്കെ നോക്കി ജീവിക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് ആരാന്നറിയാം ഒരു ഫോട്ടോ വിട്ടുകൊടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോ ഇവൻ ഒന്നല്ലെന്നുണ്ടെങ്കിൽ വേറൊരു മൊബൈൽ വെച്ചിട്ട്, വൺ ടൈം ആണെങ്കിൽ വേറൊരു മൊബൈൽ വെച്ചിട്ട് ഇവന് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് അവനൊരു ഫോൾഡറിലാക്കിയിട്ട് അവിടെ മാറ്റി വെക്കുകയാണ്. ഇതിനുശേഷം എന്തെങ്കിലും പൈസ തിരിച്ചു ചോദിക്കുമ്പോഴോ അതല്ലെങ്കിൽ പൈസയുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് ചെയ്യും? ഈ ഫോട്ടോ അങ്ങോട്ട് തന്നെ അവർക്ക് വിട്ടുകൊടുക്കും. എന്നിട്ട് പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാല് ഇപ്പൊ എന്റെ അവസ്ഥ എങ്ങനെയാണ്, ഇത് പ്രശ്നമാക്കാനാ ഉദ്ദേശിക്കണെച്ചെങ്കിൽ ഞാനും പ്രശ്നമാക്കും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, എന്റെ ഫോട്ടോ വെച്ചാൽ അങ്ങനത്തെ ഇത് ചെയ്യും, എന്റെ വോയിസ് ഞാൻ പുറത്തു വിടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നെട്ടിക്കും. അപ്പൊ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഇവര് സംസാരിച്ച കാര്യങ്ങൾ എല്ലാം ഇവന്റെ കയ്യിൽ വോയിസ് ആയിട്ടുണ്ടാവും, ഇവൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ വ്യക്തികൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഈ വ്യക്തികൾ എന്തുദ്ദേശത്തോടെയാണോ ഇവന്റെ അടുത്ത് വന്ന് ആ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ പിന്നെ ആരും ഇപ്പൊ ഞാൻ ഇതിന്റെ മുമ്പ് ഈ ഫാത്തിനെ കുറിച്ചിട്ട് ഒരു പെണ്ണിങ്ങനെ കോൾ റെക്കോർഡ് ഞാൻ ചെയ്തില്ലേ, അതിൽ കുറേ ഫാത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിക്കണു. അവളും ശരിയല്ല എന്നല്ല, അവള് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ഞാൻ ആ വിഷയം അവളോട് പറഞ്ഞിരിക്കണു. ഇതിനെന്താ നിനക്ക് മറുപടി പറയാനുള്ളത്, നിനക്കെതിരെ എങ്ങനെ കമന്റ് വന്നിട്ടുള്ളതെന്ന്. അപ്പൊ അതിനോട് വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാനിപ്പോ നാട്ടിലുള്ളത്, ഞാനിപ്പോ എന്റെ ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അറിയാവുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഈ വീഡിയോ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞത് ഇങ്ങോട്ട് നേരിട്ട് വാ, നമുക്ക് നേരിട്ട് എല്ലാവർക്കും പാടെ പോയിട്ട് ഈ വിഷയം മോനോട് മൊബൈലിൽ വീഡിയോ റെക്കോർഡാക്കിയിട്ട് നമുക്ക് ചോദിപ്പിക്കാം. എന്നിട്ട് ആ വീഡിയോ നമുക്ക് ഷെരീഫിന് വിട്ടുകൊടുക്കാം. അതും ഷെരീഫ് പോസ്റ്റ് ചെയ്യട്ടെ. കാരണം ഓൻ പറഞ്ഞത് ഓൾറെഡി ഫോട്ടോ അടക്കം വെക്കുമോ എന്നുള്ളതല്ലേ. അപ്പൊ അവരെനിക്ക് തന്ന വാക്കെന്താ, ഇപ്പൊ ഷെരീഫ് ഒന്നും കൊണ്ടുവരണം. അപ്പൊ അവള് നാട്ടിലല്ലേ, അവളിങ്ങോട്ട് കയറി വരട്ടെ, അവളെ കൊണ്ട് തന്നെ നമുക്ക് ഇത് അവന്റെ മുഖത്ത് നോക്കിയിട്ട് അന്ന് എന്താണോ ഉണ്ടായെന്നുള്ളത് നമുക്ക് ചോദിപ്പിക്കാന്നാ പറഞ്ഞേക്കണേ. ഞാൻ ശരി ആയിക്കോട്ടെ, അത് ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ കമന്റിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പോ ഇവന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. എങ്ങനെ കാശ് കടം ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഇത് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യും, അതല്ലെങ്കിൽ ഫോട്ടോ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യും. രണ്ടാമത്തെ കാര്യം വേറൊരു വിഭാഗമുണ്ട്, ഓല് ചിലപ്പോ ഇവന്റെ സംസാരത്തില് ഇതിലേക്ക് വീണിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടാവും ഫോട്ടോസ്. ഈ ഫോട്ടോസ് വെച്ചിട്ടാണ് പിന്നെ അവന്റെ ബ്ലാക്ക് മെയിലിങ്. ഇപ്പൊ ഇന്നൊന്നും അറ്റ്ലീസ്റ്റ് വേണ്ട, ഇന്ന് അവന്റെ സ്റ്റോറിയിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിരിക്കണു അവന്. അതെന്താ അതിന്റെ റീസൺ എന്നറിയോ? ആ പെണ്ണ് പറഞ്ഞത് എന്താ അറിയോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര തെറി പറയണത്, നിങ്ങളുടെ മക്കളല്ലേ അപ്പുറത്തും അപ്പുറത്തും ഇരിക്കുന്നത്, അവര് കേൾക്കുന്നില്ലേ, കുറച്ചൊക്കെ സംസ്കാരത്തോടെ നിങ്ങൾക്ക് പെരുമാറിക്കൂടെ, നിങ്ങളെടുത്ത് വല്ല ന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോ, എന്തിനാ ഈ തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എനിക്കറിയാത്ത ഒരു പെണ്ണാണ് ഈ പറഞ്ഞത്. അവളുടെ അഭിപ്രായം പറഞ്ഞിട്ടോ, അതടക്കം എടുത്തിട്ട് സ്റ്റോറി ഇട്ടു. എങ്ങനെ കമന്റ് അല്ല ഇട്ടത്, ആ പെണ്ണിന്റെ. അതായത് അപ്പൊ ആ പെണ്ണും പെണ്ണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് കാണുന്നവരാണ് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ സ്റ്റോറി ഇട്ടു. അതും എനിക്ക് കുറെ ആളുകൾ വിട്ടന്നു. അപ്പൊ ഇവന്റെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സത്യമോ അതല്ലെങ്കിൽ അവനക്ക് റിപ്ലൈ ആയിട്ടൊന്നും പറയാനോ അല്ല. അവനിക്ക് ഇത്തരത്തിലുള്ള തെറികളും കമന്റ് അവനിക്ക് ഇത്തരത്തിലുള്ള തെറി, ഉമ്മ വാപ്പ മക്കള് ഇവരൊക്കെ ആയിട്ടാണ് ഇവന്റെ തെറികള്. ഞാന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതും ഈ ഫാത്തിയുടെ കാര്യം തന്നെയാണ്. അപ്പൊ അതിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവന്റെ ഒരു ഫുൾ ചരിത്രം ഉണ്ടല്ലോ അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഒരു യാത്രയിലാണ്, അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യും. ഞാൻ ചെയ്യാതെ എവിടെ പോകാനാ, കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തെറി അതെനിക്കിഷ്ടല്ല, പ്രത്യേകിച്ച് ഉമ്മാനെ വാപ്പാനെ മക്കളെ. ഈ തെറി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഉത്തരമില്ലാത്തവനാണ് തെറി വിളിക്കുക. അതവൻ ചെയ്യട്ടെ, ഞാൻ എന്റെ വഴിക്ക് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോ വരാം.